നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗവൺമെൻറ് സിവിൽ എഞ്ചിനീയറാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ അടിയന്തിരമായി പൊളിച്ചു നീക്കണമെന്ന് തൃശൂർ കോർപ്പറേഷൻ കണ്ടെത്തിയ 271 കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ലക്ഷങ്ങൾ കൈക്കൂലി എണ്ണിക്കൊടുത്താൽ ഏത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന കെട്ടിടങ്ങൾക്കും കണ്ണടച്ച് സർട്ടിഫിക്കറ്റ് നൽകും നമ്മുടെ ബഹുമാന്യ ഏമാന്മാർ. മനുഷ്യ ജീവനുകൾക്കൊക്കെ പുല്ലുവിലയാണ്. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കൊച്ചിയിലേക്ക് വരാം. ഇവിടെ ഏത് പൊളിഞ്ഞ കെട്ടിടത്തിന് വേണമെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൈക്കൂലി തുക കുറച്ച് കൂടും എന്ന് മാത്രം. കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് നന്നായി കാശ് വീശി എറിയേണ്ടി വരും. പിന്നെ ഇടനിലക്കാരായുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി ദല്ലാളന്മാർക്കും നൽകണം കൈക്കൂലി. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി വിജിലൻസ് പിടിയിലായ സ്വപ്ന എന്ന ഉദ്യോഗസ്ഥ പറഞ്ഞത് താനാണ് അവിടെ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് എന്നാണ്. പക്ഷേ സ്വപ്നയിൽ നിന്നും പിന്നീട് യാതൊരു വെളിപാടുകളും ഉണ്ടായില്ല. ഭീഷണിപ്പെടുത്തി വായടപ്പിച്ചു. വിപ്ലവസിംഹം VS അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എറണാകുളത്തിൻ്റെ നഗരമധ്യത്തിൽ അനധികൃതമായി പണിതുയർത്തിയ ചില കെട്ടിടങ്ങളിൽ ഒന്ന് അള്ളി നോക്കി. ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത സർവർക്കും നന്നായി പൊള്ളി. VS മുട്ടുമടക്കി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കോടികൾ സംഭാവന നൽകുന്നവർക്ക് ഏത് നടുറോഡിലും അനധികൃതമായി എത്ര കെട്ടിടങ്ങൾ വേണമെങ്കിലും കെട്ടിപ്പൊക്കാം, ആരും തൊടില്ല. ഒരു ചെറു തുണ്ട് ടാർപ്പാ ഷീറ്റ് കൊണ്ട് ഈ പെരുമഴക്കാലത്ത് നനയാതെ ഒന്ന് തല ചായ്ക്കാൻ ഒരു കുടിൽ നഗരത്തിൽ നിന്നും മാറി ഏതെങ്കിലും മാലിന്യ കൂമ്പാരത്തിനടുത്ത് ഈ നാട്ടിലെ ഭൂമിയില്ലാത്ത പാവപ്പെട്ടവൻ വലിച്ചു കെട്ടിയാൽ പോലീസും അധികാരികളും ആയുധങ്ങളായി ആ നിമിഷം അവിടെ എത്തും. തല്ലിയും വിരട്ടിയും തെരുവിൻ്റെ മക്കളെ ആട്ടി ഓടിക്കും. കാരണം അവർക്ക് പണമില്ല, രാഷ്ട്രീയ പിൻബലമില്ല, ചോദിക്കാൻ ആരുമില്ല. പണ്ട് LDF ഭരണകാലത്ത് മൂന്നാറിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ നിർദ്ദേശപ്രകാരം IAS ഉദ്യോഗസ്ഥരായ സുരേഷ് കുമാറും രാജു നാരായണ സ്വാമിയും ഋഷിരാജ് സിംഗ് IPSും ഒത്തുചേർന്ന് അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തി തുടങ്ങിയതാണ്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉരുക്കുകരങ്ങൾ അനധികൃതമായി കെട്ടി ഉയർത്തിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിൻ്റെ ചുവർ മാന്താൻ തുടങ്ങിയപ്പോഴേക്കും കഴിഞ്ഞു എല്ലാ നീതി നടപ്പാക്കലും. പാർട്ടി ഓഫീസിൽ തൊട്ട് IAS IPS സാറന്മാർ ഓടിയ വഴിയിൽ പിന്നീട് പുല്ല് പോലും കിളിർത്തിട്ടില്ല. എറണാകുളം ജില്ലയിലെ മരടിൽ കെട്ടി ഉയർത്തിയ അനധികൃത കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടത് ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. എറണാകുളം നഗരത്തിൽ തന്നെ കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ക്രൗൺ പ്ലാസ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ സ്വത്തിലാണ്. ഈ വമ്പന്മാർക്ക് കേവലം ഒരു നോട്ടീസെങ്കിലും അയക്കാൻ സാധിക്കുമോ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്? ഇല്ല. കാരണം അവർ നൽകുന്ന ലക്ഷങ്ങൾ കൈക്കൂലി അത് വാങ്ങി പോക്കറ്റിലിട്ട് പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കുതിര കയറുന്നതായി പോയി നമ്മുടെ കൊള്ളക്കാരായ ഉദ്യോഗസ്ഥരും അഴിമതി രാഷ്ട്രീയ പിശാചുക്കളും. എറണാകുളത്ത് 80% കെട്ടിടങ്ങളും പല തരത്തിൽ അനധികൃതമായ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ നിയമങ്ങൾ ഒന്നാണെങ്കിലും നടപ്പിലാക്കുന്നത് പല വിധമാണ്. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ.